കണ്ണൻ്റെ സൈറ്റ് കണ്ടിറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്ന മേനയ്ക്കായിട്ടോ. എന്തിനാണ് മേനയ്ക്ക് പോകുന്നതെന്ന് വെച്ചാൽ വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ ഞങ്ങളിങ്ങനെ പണ്ട് എപ്പോഴും ഇങ്ങനെയായിരുന്നു. നമുക്ക് ആ ഒരു ആലോചനയൊക്കെ ഇങ്ങനെ വല്ല അത് പണ്ട് ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. എനിക്ക് മാത്രമല്ല ചിന്നുവിനും ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഇപ്പം സമയം കിട്ടുമ്പോഴാണെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ പോകും. പക്ഷേ ഈ മഴയത്തുള്ള യാത്രയില്ല, അത് വലിയ സുഖമുള്ളവരുടെ ഇല്ലാട്ടോ. കാരണം വേറൊന്നുമല്ല, ആ മഴ ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മളെല്ലാം ഷട്ടർ ഇട്ട് കഴിയുമ്പോൾ എനിക്കാണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ആവി അടഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പതുക്കെ ഇങ്ങനെ പൊക്കി കഴിയുമ്പോഴത്തേക്കും നാട്ടുകാരുടെ തെറി ഹോൾസെയിലായിട്ട് കേൾക്കും. കാരണം അവരുടെ മേത്ത് വെള്ളം വീഴുമല്ലോ, സ്വാഭാവികം അവർക്കത് ഇഷ്ടപ്പെടിക്കണമെന്നില്ല. അപ്പോൾ എനിക്കാണെങ്കിലും ദേഷ്യം വരാം. അപ്പോൾ പിന്നെ അത് പൊക്കാൻ പറ്റില്ല. പക്ഷേ ഇന്നലെയൊന്നും എൻ്റെ സീറ്റിൽ, അതായത് ആ ഇരിക്കുന്ന സീറ്റുകളിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഗ്യാപ്പ് വഴി ഇങ്ങനെ നോക്കി കേട്ടോ കണ്ടത്. അപ്പോൾ നേരെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഈ കടയിലോട്ട് കയറി. വേറെ ഒന്നുമല്ല, രാവിലെ ഞാൻ അധികമൊന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായില്ല. ഇനി കഴിച്ചാൽ തന്നെ എനിക്ക് ഭയങ്കര വിശപ്പാണ് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ. എനിക്ക് മാത്രമല്ല ചിന്നുവിനും. അങ്ങനെ ഒരു നിർവികാരം പിടിച്ച പത്തിരി പറഞ്ഞു. പുള്ളിക്കാരിക്ക് പത്തിരി ഇഷ്ടമല്ല, വടയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും വേണ്ട, ഭയങ്കര എണ്ണയാണെന്ന് പറഞ്ഞിട്ട് എന്താണെന്നറിയില്ല, എണ്ണയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും പുള്ളിക്കാരി വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാനൊരു പത്തിരി മാത്രം വാങ്ങി, അതും ഒരു കോഫിയും കുടിച്ചു. പുള്ളിക്കാരി അതുപോലെ തന്നെ ഒരു പത്തിരി കഴിച്ചില്ല, കോഫി മാത്രം കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കാണ് നാളെ കുടയിരിക്കുന്നത്. എനിക്കാണെങ്കിൽ കുടയില്ല, റെയിൻ കോട്ടില്ല. കിട്ടിയ അവസരം പാഴാക്കില്ല, എന്നൊരു കുട വാങ്ങിച്ചേക്കാം. ഇനിയൊരു പണി വാങ്ങിക്കൂടണല്ലോ, മഴ എങ്ങാനും പെയ്താലോ എന്ന് വെച്ചിട്ട്. പക്ഷെ മഴ പെയ്തില്ല കേട്ടോ. എൻ്റെ പ്രാർത്ഥന അതങ്ങോട്ട് കേട്ടുന്നോ തോന്നുന്നു. ഭഗവാൻ കേട്ടിട്ട് അങ്ങനെ ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും കേൾക്കും. മഴ പെയ്തില്ല, എൻ്റെ കുട ഓപ്പൺ ചെയ്യേണ്ടിയേ വന്നില്ല കേട്ടോ. അത് ആസ് യൂഷ്വൽ ഒരു മലയാളിയെ പോലെ തന്നെ കുടയുണ്ടെങ്കിലും നമ്മൾ അത് നനക്കാതെ കൊണ്ടുപോയില്ലേ, അതിലൊരു വല്ലാത്ത വികാരമാണ് നമുക്ക്. അപ്പോൾ ചിന്നുവിന് ചെരുപ്പ് വേണമെന്ന് പറയും. എന്നാൽ പിന്നെ അത് നോക്കാന്നുണ്ട്. പക്ഷേ ചെരുപ്പ് വാങ്ങിക്കാൻ കയറി ഓരോ അരിമണിയും പെറുക്കും. കാരണം ഒന്നും പിടിക്കില്ല. ആ അരിമണിയുടെ കൂടെയാണ് ഞാൻ ആ കശുവണ്ടി പെറുക്കിയത് കേട്ടോ. 100 ഗ്രാം കശുവണ്ടി വാങ്ങി. പിന്നെയും ചെരുപ്പ് വാങ്ങാൻ അടുത്ത കടയിൽ കയറി. കഥ ഇവിടെ അവസാനിക്കുന്നില്ല.